നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനർ പീസ് എന്ന് തന്നെ പറയാം. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറിയും അതിൻ്റെ കൂടെ തന്നെ പ്ലീറ്റ്സും പാറ്റേണും ഒക്കെ കൊടുത്ത് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഫാബ്രിക് ആണെങ്കിലും നല്ല സോളിഡ് ആയിട്ടുള്ള കോട്ടണിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുമ്പോൾ നേവി ബ്ലൂ ആണ്. അതിൻ്റെ കൂടെ വർക്കിലോട്ട് ഒരു ഓഫ് വൈറ്റ് കളറിൻ്റെയും കൂടെ കോമ്പിനേഷൻ കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലിറ്റർ പാറ്റേണിലുള്ള കുർത്തി, ഫാബ്രിക് ആണെങ്കിൽ നല്ല കട്ടിയുണ്ട്. യോക്ക് പോർഷൻ വരുന്നുണ്ട്. അതിന് ഒരു സ്ക്വയർ പാറ്റേണിൽ വന്നിട്ട് അതിലോട്ട് പ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് ഈ ഒരു പോർഷൻ വരെ. മിഡിലാണെങ്കിലും ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതും ഈ ഒരു എംബ്രോയ്ഡറി ചെയ്ത് വന്നിരിക്കുന്ന ഫാബ്രിക് കവർ ചെയ്തിട്ടുള്ള ബട്ടണാണ് വരുന്നത്. പിന്നെ സ്ലീവാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ വരെ എംബ്രോയ്ഡറി ചെയ്ത് ഹൈലൈറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു പാറ്റേണിൽ നോക്കിയാൽ അറിയാം ഫുള്ളായിട്ട് ഹെവി ആയിട്ട് തന്നെയുള്ളൊരു മെഷീൻ വർക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴോട്ടാണ് ഈ ഒരു പാറ്റേൺ, ചെറിയ ഗ്യാദേഴ്സ് ഇട്ടിട്ട് താഴെയും ഗ്യാദേഴ്സ് ഇട്ടിട്ട് പടി കൊടുത്തിരിക്കുന്ന ഡിസൈനാണ് വരുന്നത്. ഇതാണ് ഓവറോൾ ടോപ്പിൻ്റെ പാറ്റേൺ വരുന്നത്. അടുത്തതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്. വേസ്റ്റ് ഫുൾ റൗണ്ട് ഇലാസ്റ്റിക്കും ഫ്രണ്ടിലും നാടയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് ബോർഡർ വരുന്നുണ്ട്. അത് ഈ ഒരു എംബ്രോയ്ഡറി തന്നെ ചെറിയൊരു ബോർഡറായിട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം. ഒരു സ്ട്രെയിറ്റ് കട്ട് മോഡലിലുള്ള ബോട്ടമാണ്. വളരെ കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ സ്റ്റൈലിഷുമാണ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ. പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക.